ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈ കടുത്ത ചൂടിൽ നിന്ന് ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ 4 തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യമേ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കറുത്ത മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിയില്ലാത്ത മുന്തിരിങ്ങയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ ഒരു പകുതിയുമില്ല, ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം 1 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ്. പിന്നെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് കൂട്ടെടുത്ത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം, ഇത് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ആദ്യമേ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സോക്ക് ചെയ്ത സബ്ജ സീഡ്സ്, കസ്കസ്, അത് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആവും. അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ഇതാ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ജ്യൂസിലോട്ട് പോകാം. അതിനിടെ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഏലക്കയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സോക്ക് ചെയ്ത് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പാണ്. ഇതെല്ലാം 1 ഗ്ലാസിൻ്റെ അളവാണിത്. പിന്നെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ്, പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചാണെങ്കിൽ നട്ട്സ് അരയാൻ പാടാണ്. പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ആദ്യം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. പിന്നെ കസ്കസ്, കുതിർത്ത സബ്ജ സീഡ്സ്, പിന്നെ നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളാണിത്. ടേസ്റ്റ് ആണെങ്കിൽ പറയാനും ഇല്ല. രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ബെസ്റ്റാണിത്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അതേപോലെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, പിഴിഞ്ഞെടുത്ത് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മിക്സിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ക്യാരറ്റ് ചേർക്കുമ്പോൾ ചെവയുണ്ടോ എന്ന് തോന്നും. ഒട്ടും ചെവയൊന്നുമില്ല, വളരെ ടേസ്റ്റാണ്. ഒട്ടും ചെവയൊന്നുമില്ല. ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരയാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് 1 ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. സബ്ജ സീഡ്സ്, അതായത് കുതിർത്ത കസ്കസ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി കളർഫുള്ളായ ടേസ്റ്റിലാണെങ്കിൽ ഒട്ടും കുറവില്ലാത്ത വിധത്തിൽ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഡ്രിങ്കാണിത്. ഇനി അടുത്ത ജ്യൂസിലോട്ട് പോകാം.
അതേപോലെ പകുതി നാരങ്ങ ജ്യൂസ് എടുത്ത് ഒഴിച്ചിട്ടോട്ട് നമുക്ക് ഗ്ലാസിൻ്റെ എണ്ണം അനുസരിച്ച് അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രോബെറിയാണ്. ഇത് 2-3 സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് സ്ട്രോബെറിക്ക് പകരം ബീട്രൂട്ട് ഇടാവുന്നതാണ്. ബീട്രൂട്ട് നല്ല ടേസ്റ്റാണ് ജ്യൂസിൽ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മറ്റേതുപോലെ എല്ലാം ഒരേപോലെ തന്നെയാണ് ഇതേപോലെ അരിച്ചെടുത്ത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കസ്കസും ഇട്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാല് വെറൈറ്റി ജ്യൂസും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.